നോക്കാം. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുകയല്ലാതെ ഇനി UDF സഹകരണത്തിൽ PV അൻവറിന് മുന്നിൽ മറ്റൊരു വഴിയുമില്ല. കൂടിക്കാഴ്ച ആവശ്യം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തള്ളിയതോടെ ആ വഴിയും അടഞ്ഞിരിക്കുകയാണ്. സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തി തീരുമാനിക്കൂ എന്ന സന്ദേശമാണ് KC വേണുഗോപാൽ നൽകിയത്. അൻവർ പിന്തുണ പ്രഖ്യാപിച്ചാൽ UDFുമായി സഹകരിപ്പിക്കുന്നതിൽ നേതൃത്വം പരസ്യ പ്രസ്താവന നടത്തും. ഇതാണ് നിലവിലെ ധാരണ. അതായത് ബോൾ ഇപ്പോൾ പൂർണ്ണമായും അൻവറിന്റെ കോർട്ടിലാണുള്ളത്. അതേസമയം നിലമ്പൂരിന്റെ പല ഭാഗങ്ങളിലും അൻവർ അനുകൂല ഫ്ലക്സുകൾ ഇന്ന് രാവിലെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിലമ്പൂരിന്റെ സുൽത്താൻ PV അൻവർ തുടരുമെന്നാണ് ഫ്ലക്സിലെ വാചകം. CV അനുമോദ്, MS അനീഷ് കുമാർ എന്നിവർ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന്. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഈ ഒന്നെങ്കിൽ അൻവർ എടുക്കണം, അല്ലെങ്കിൽ കോൺഗ്രസ് എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ അൻവർ ഇനി എന്ത് ചെയ്യുമെന്ന ഈ ചർച്ച തുടരുക തന്നെ വേണ്ടിവരും. എന്തായാലും ഇന്നലെ KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മെസ്സേജ് കിട്ടിയതോടെ, അതായത് KC വേണുഗോപാലുമായി തനിക്ക് ബന്ധമുണ്ട്, വളരെ അടുത്ത ബന്ധമുണ്ട്, കോൺഗ്രസിൽ വലിയ പാരമ്പര്യമുണ്ട് എന്നൊക്കെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെച്ചത് KC ഏത് സമയത്തും വിളിച്ചാൽ കാണാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തോടെയായിരുന്നു. പക്ഷേ സംസ്ഥാനത്ത് തന്നെയാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടത് എന്നൊരു കൃത്യമായ മെസ്സേജ് കൊടുത്ത സ്ഥിതിക്ക് ഇനി അൻവറിന് മുന്നിൽ മറ്റെന്ത് വഴിയാണുള്ളത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഇന്നലെ KC വേണുഗോപാൽ മലപ്പുറത്ത് എത്തുന്നുണ്ട് എന്ന കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അൻവർ രാവിലെ വാർത്താ സമ്മേളനം വിളിച്ചതും ഇക്കാര്യങ്ങൾ പറഞ്ഞതും. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുകളിൽ, അതായത് കേരളത്തിലെ നേതൃത്വത്തിൻ്റെ മുകളിൽ KC വേണുഗോപാലിൻ്റെ സമ്മർദ്ദം തനിക്ക് വേണ്ടി ഉണ്ടാകുന്ന പ്രതീക്ഷ പങ്കുവച്ചു. പക്ഷേ ഇതെല്ലാം സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമെന്ന് KC പറഞ്ഞതോടെ സ്വാഭാവികമായിട്ടും അൻവറിന് ഇനി ഒന്നുകിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പോലെ പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കുക. അതിന് മിക്കവാറും നാളെ ചേരുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ യോഗത്തിന് ശേഷം അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരും. അതല്ലെങ്കിൽ തനിക്ക് തൻ്റെതായ വഴിയിലൂടെ, നേരത്തെ അൻവർ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ തൃണമൂൽ നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടെ നിലമ്പൂരിൽ മത്സരിക്കുക. അങ്ങനെ രണ്ട് വഴികൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. അൻവറിനെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് 15,000 20,000 വോട്ട് നേടുക എന്നത്, അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ട് പിന്നെ ഒന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലേക്ക് ചെന്നെത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ നേടുന്ന വോട്ടുകൾ UDFനെ നേരിട്ടത് ബാധിക്കുകയും ചെയ്യും. അത് LDFന് വിജയത്തിന് സഹായകമാവുകയും ചെയ്യും. കാരണം അൻവറിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ അത് എപ്പോഴും UDFൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നെയാകും പോവുക. ആ ഒരു സാഹചര്യത്തിൽ UDF അത് കണക്കാക്കണം, അത് ചിന്തിക്കണം എന്ന ഒരു താല്പര്യം കൂടി അൻവറിനുണ്ട്, ഈ സമ്മർദ്ദം ഉയർത്തുന്നത്. പക്ഷേ അങ്ങനെ അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ച് ഈ തരത്തിൽ വോട്ട് നേടിയാൽ അത് ആത്യന്തികമായിട്ട് അൻവറിൻ്റെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിനും ഒരു പര്യവസാനം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം പിണറായി സർക്കാരിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും നിശിതമായി വിമർശിച്ച് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ഒരാൾ LDFിൽ നിന്നും ഇറങ്ങി ഈ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. അവസാനം ആ ഒരു പോരാട്ടത്തിൽ ഇടതുപക്ഷം തന്നെ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ അൻവറിൻ്റെ രാഷ്ട്രീയമായി ഉന്നയിച്ച ആരോപണങ്ങളും നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരും. അവിടെ ഒന്നുകിൽ ഈ കാര്യങ്ങളിൽ പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന തരത്തിലേക്കുള്ള ധാരണയിലേക്ക് അൻവർ എത്തണം. അതല്ലെങ്കിൽ അൻവറിന് തൻ്റെ കരുത്ത് തെളിയിച്ച് അവസാനം ഒരിക്കൽ കൂടി തൻ്റെ കരുത്ത് തെളിയിച്ച് മണ്ഡലത്തിൽ തനിക്ക് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ മത്സരിച്ച് ഇത്രയും വോട്ടുകൾ നേടാൻ കഴിയും. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇതിലിനി ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആലോചനകൾ നടക്കുമ്പോൾ തന്നെയാണ്, ഇടതുപക്ഷം ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഇനി കൂടുതൽ ചർച്ചകളിലേക്ക് വേണ്ട എന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ലീഗ് ഒരു പക്ഷേ അൻവറുമായി അവസാനവട്ടം ഒരു ചർച്ച, അത് നേരിലായിരിക്കുമോ അതോ ഫോണിലായിരിക്കുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്നാലും ഒരു വട്ടം കൂടി ഈ കാര്യത്തിൽ ഇടപെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം മുസ്ലിം ലീഗ് ആണ് അൻവറിൻ്റെ വിഷയത്തിൽ എല്ലാ സമയത്തും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അൻവറിനൊപ്പം നിന്നിട്ടുള്ളത്. അപ്പോൾ UDFിനെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രതിസന്ധിയിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ അൻവറിൻ്റെ വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന ആവശ്യം ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗ് ഒരിക്കൽ കൂടി അൻവറുമായി ചിലപ്പോൾ ഒരു ചർച്ച നടത്തിയേക്കും, ഒരു സമവായ ശ്രമം നടത്തിയേക്കും. എന്നാണെങ്കിലും നാളെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണ ഉണ്ടാകുമെന്ന് തന്നെ വേണം അറിയുവാൻ. നാളെയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ യോഗങ്ങൾ അൻവർ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഭാവി തീരുമാനം എന്താണെന്ന് ആ യോഗശേഷം വ്യക്തമാക്കുമെന്നാണ് അൻവർ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇന്നത്തെ ദിവസം ഇനി കൂടുതൽ കൂടിക്കാഴ്ചകൾ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. നാളത്തെ ദിവസം നമുക്ക് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആരാണെന്ന് പ്രഖ്യാപിക്കും. അൻവറിൻ്റെ തീരുമാനം എന്താണെന്നുള്ളത് നാളെ അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പ്രചരണത്തിൻ്റെ തിരക്കുകളും കൂടിക്കാഴ്ചകളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ നാളെ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ അതിനെ സ്വാധീനിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ശരി, ഇനി ഇപ്പോഴും ഒന്നും ആവാതെ ഇരിക്കുന്ന LDF ക്യാമ്പിന്റെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് അനുമോദ്. അതിലേക്ക് വരാം. അതിനു മുൻപ് അനീഷിലേക്ക് കൂടി. അനീഷ്, ഈ അൻവറിന്റെ ക്യാമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? ഇന്നിപ്പോൾ നഗരത്തിന്റെ പല ഭാഗത്തും രാവിലെ നിലമ്പൂർ സുൽത്താൻ എന്നൊക്കെ പറഞ്ഞ് അൻവറിന്റെ പോസ്റ്ററൊക്കെ കാണുന്നുണ്ട്. തൃണമൂൽ പ്രവർത്തകർ ഇന്നലെ കൊടുക്കുന്ന ഒരു മെസ്സേജും അൻവർ മത്സരിക്കണമെന്നാണ് അവരുടെ താല്പര്യം എന്ന മട്ടിലാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അൻവറിന്റെ ആത്യന്തിക ലക്ഷ്യം UDFൽ കയറുക, UDFന്റെ ഭാഗമാവുക എന്നത് ആണ് എന്ന നിലയ്ക്ക് ഇനിയൊരു പരസ്യമായി അൻവറിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടാവാതെ, അതായത് സഹകരിക്കാൻ തയ്യാറാണ് എന്നൊരു നീക്കം ഉണ്ടാവാതെ എന്തെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? ശ്രീജ, തൃണമൂൽ നേതാക്കൾ അല്ലെങ്കിൽ ഈ അൻവറിന്റെ അനുയായികൾ മത്സരിക്കണമെന്ന് പറയുമ്പോഴും അൻവറിന് പൂർണ്ണമായും മത്സരിക്കാൻ ഒരു സന്നദ്ധത ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. എങ്ങനെയും ഒരു അസോസിയേറ്റ് മെമ്പറായെങ്കിലും UDFൽ കയറുക എന്ന ഒറ്റ ലക്ഷ്യമാണ് അദ്ദേഹത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്. താൻ കാലുപിടിച്ച് അകത്ത് കയറി എന്നതിനപ്പുറം UDF നേതാക്കൾ ഒരു പ്രഖ്യാപനം നടത്തിയാൽ പിറ്റേ നിമിഷം ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രചരണത്തിനിറങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അൻവർ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം വ്യക്തിപരമായ വിഷയങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും UDF എന്ന പൊതു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ ആ പ്ലാറ്റ്ഫോമിനുള്ളിൽ നിന്ന് UDFന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ട് താൻ പ്രവർത്തിക്കും എന്ന് തന്നെ അൻവർ വ്യക്തമാക്കുമ്പോൾ ഒറ്റവിളിക്ക് വേണ്ടിയാണ്. ആരാദ്യം പറയും എന്ന ചോദ്യമാണ് ഇപ്പോഴും പ്രസക്തമായി നിൽക്കുന്നത്. VD സതീശൻ അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അൻവർ ആ കാര്യം പറഞ്ഞു വരട്ടെ. കേമുള്ളതിനെ പോലുള്ളവരും പറയുന്നത് UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അൻവർ രംഗത്ത് വന്നാൽ തൊട്ടു പിന്നാലെ UDF അതിന്റെ കടമ നിറവേറ്റുമെന്നാണ്. അതായത് അൻവർ ആ കാര്യം ആദ്യം പറയണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. DCC പ്രസിഡന്റ് മുതൽ മറ്റ് എല്ലാ നേതാക്കളും അത്തരമൊരു നിലപാടിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. കാരണം എല്ലായ്പ്പോഴും ആളുകളുടെ പുറകെ നടന്ന് കൂടെ കൂട്ടുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറേണ്ടതില്ല. മറിച്ച് ഒരു തവണയെങ്കിലും ഒരു ധീരമായ നിലപാടെടുത്തിട്ട് അൻവർ ഈ വശത്തേക്ക് വരട്ടെ എന്ന ഒരു നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് അൻവർ പെട്ടെന്നൊരു മത്സരം എന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ അൻവറിന് കഴിയില്ല എന്ന് നമുക്കറിയാം. കാരണം ഈ പിണറായി സത്തെ പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിന്റെ പെട്ടിയിൽ അവസാനം ആണിയിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അൻവർ പുറത്തേക്ക് വന്നത്. അപ്പോൾ ഈ UDFനെ ദുർബലമാക്കുന്ന അല്ലെങ്കിൽ LDFന് കരുത്താകുന്ന ഒരു നിലപാടും അൻവറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്ന് കരുതാൻ കഴിയില്ല. വൈകാരികമായി തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണ്. വൈകാരികമായി വാർത്താ സമ്മേളനങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളാണ്. പരാമർശങ്ങൾ പറയുന്ന ആളാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് നീങ്ങുമ്പോൾ ഇതല്ലാതെ അൻവറിന് മുന്നിൽ മറ്റ് വഴികൾ ഇനി ഇല്ല എന്നതാണ് ഏറ്റവും ചുരുക്കത്തിൽ പറയാൻ കഴിയുക. അതായത് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ അൻവറിന് അനുകൂലമായുള്ള പോസ്റ്ററുകൾ. അവിടെ മത്സരിക്കുമെന്ന കാര്യം പറയുന്നില്ല. സുൽത്താൻ എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോഴും തുടരും എന്ന് പറയുമ്പോഴും കൃത്യമായി ഒരു മത്സരത്തിനുള്ള ഒരു സന്നദ്ധ അദ്ദേഹം അറിയിക്കുന്നില്ല. മറിച്ച് ഒരു സമ്മർദ്ദം ചെലുത്തുക, അതായത് പോസ്റ്ററൊക്കെ അടിച്ച് തങ്ങൾ തയ്യാറാണ്, ഏത് നിമിഷം വേണമെങ്കിലും മത്സരരംഗത്തേക്ക് ഇറങ്ങാം എന്നൊരു സൂചന UDF നേതൃത്വത്തിന് നൽകുക എന്നത് മാത്രമാണ് ഇപ്പോഴും ഈ അൻവറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇന്നലെ മുതൽ രാവിലെ വാർത്താ സമ്മേളനം നടത്തി VD സതീശനും മറ്റുമൊക്കെതിരെ ആഞ്ഞടിച്ച ശേഷവും പല കോൺഗ്രസ് നേതാക്കളും അൻവറിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു. പ്രശ്നങ്ങളൊക്കെ ഉടൻ പരിഹരിക്കുമെന്ന സന്ദേശമാണ് നൽകിയത്. വൈകുന്നേരം ഈ KC വേണുഗോപാലുമായി ചർച്ച നടത്തുന്നതിനുള്ള അവസരങ്ങൾ ഒരുപാട് അദ്ദേഹം നോക്കിയെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ കേരളത്തിലെ നേതാക്കൾ ഇടപെട്ട് ചർച്ച ചെയ്തിരിക്കുന്ന വിഷയത്തിൽ താൻ തൽക്കാലം ഇടപെടേണ്ടതില്ല എന്നൊരു നിലപാടിലേക്കാണ് KC വേണുഗോപാൽ എത്തിയത്. അതുകൊണ്ട് തന്നെ അൻവറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അങ്ങേയറ്റം അനുകൂലമായ ഒരു സഹതാപമുള്ള ഒരു നിലപാടാണ് KC വേണുഗോപാൽ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതുകൊണ്ട് കേരളത്തിലെ നേതാക്കൾ തന്നെ ഈ പ്രശ്നം പരിഹരിക്കട്ടെ, അവരോട് ചർച്ച നടത്തൂ എന്ന നിർദ്ദേശം അദ്ദേഹം നൽകുകയും ചെയ്തു. എന്തായാലും KC വേണുഗോപാലുമായി ഇനിയും കൂടിക്കാഴ്ച നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അൻവർ ഇന്നലെ പറഞ്ഞത് KC വേണുഗോപാലുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഒരു തീരുമാനത്തിലേക്ക് താൻ എത്തും, വേണുഗോപാലുമായുള്ള ചർച്ചയിൽ തനിക്ക് പ്രതീക്ഷയുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും തുടർ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അധികം വൈകാതെ ഒരു തീരുമാനത്തിലേക്ക് എത്തും. നാളെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നിർണായകമായ സംസ്ഥാന കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ഈ ഉപാധികളില്ലാതെ UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുന്ന ഒരു നിലപാടിലേക്ക് തന്നെ അൻവർ എത്തുന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പ് ഉള്ളത്. ശരി അനുമോദ്, ഈ
അൻവറിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം എന്നറിയാൻ കാത്തു നിൽക്കുകയാണോ LDF ക്യാമ്പ്? അവിടെ അൻവർ മത്സരിക്കാൻ ഇറങ്ങുകയോ അല്ലെങ്കിൽ UDFുമായി ഏതെങ്കിലും തരത്തിലൊരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് പോവുകയോ ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രാറ്റജി അപ്പോൾ തീരുമാനിക്കാമെന്നാണോ കരുതുന്നത്? ഇന്നിപ്പോൾ 29ആയി. നാളെയോ മറ്റന്നാളോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ കരുതിയത്. കൺവെൻഷന് മുമ്പ് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള തരത്തിൽ ക്യാമ്പ് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടോ? ശ്രീജ, ഇടതുപക്ഷത്തിന്റെ ചർച്ചകൾ ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും ഇത്തരത്തിലുള്ള ആലോചനകൾ നടക്കും. നാളെ വൈകുന്നേരത്താണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിൽ എങ്ങനെ ഇടതുപക്ഷത്തിന് ഇവിടെ ഈ മണ്ഡലം നിലനിർത്താമെന്ന കാര്യമാണ് ആലോചിക്കുന്നത്. പ്രധാനമായിട്ടും സ്വരാജിൻ്റെ പേര് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അതോടൊപ്പം അഡ്വക്കേറ്റ് ഷൊറാണ റോയ്, ഈ രണ്ട് പേരുകളാണ് പാർട്ടിയുടെ പ്രഥമ പരിഗണനയിലുള്ളത്. സ്വതന്ത്ര സാധ്യത തുലവും കുറവാണ് എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ. മാറിയ സാഹചര്യത്തിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ നിലമ്പൂരിൽ മത്സരിക്കും. അൻവർ മത്സരിക്കുകയാണെങ്കിൽ അൻവർ നേടുന്ന വോട്ടുകൾ കോൺഗ്രസ് UDF ക്യാമ്പിൽ നിന്ന് പോകുമ്പോൾ ഇടതുപക്ഷ വോട്ടുകൾ ഉറപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള നീക്കം കൊണ്ട് സാധിക്കുമെന്നവർ വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഷൊറാണ റോയ് കുറച്ചുകൂടി ഈ ഒരു ചർച്ചകളിൽ സ്വരാജ് ഈ മുതിർന്ന നേതാവാണ്, അത്തരത്തിൽ പല നേതൃഗുണമുള്ള ആളാണ്. പക്ഷേ കുറച്ചുകൂടി ഒരു സാധ്യത ഷൊറാണ റോയ്ക്ക് ചിലർ കൽപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അവർ അട്ടിമറി വിജയം നേടി വന്ന ഒരു നേതാവാണ്. അതോടൊപ്പം തന്നെ വഴിക്കടവിൻ്റെ ഭാഗമായിട്ടുള്ള കരുളായി, അതുപോലെ തന്നെ മൂത്തേടം, പോത്തുകല്ല്, വഴിക്കട ഈ പഞ്ചായത്തുകളിലൊക്കെ അവർക്ക് കൃത്യമായ സ്വാധീനമുണ്ട്. ഇതിൽ പോത്തുകല്ല് മാത്രമാണ് LDFിൻ്റെ കൈവശമുള്ളത്. മറ്റ് പഞ്ചായത്തുകളൊക്കെ UDFിൻ്റെ കയ്യിലാണ്. ആ UDFിൻ്റെ കൈവശമുള്ള പഞ്ചായത്തുകളിൽ പോലും ഷൊറാണ റോയ്ക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും. അങ്ങനെ അവർക്ക് ആ മേഖലയിലെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും. ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടുതൽ അവർക്കൊപ്പം നിർത്താൻ കഴിയും. എന്നീ വിലയിരുത്തലൊക്കെ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പേരുകൾ, സ്വരാജും ഷൊറാണ റോയ്, ഈ രണ്ട് പേരുകളിൽ തന്നെയാണ് പ്രധാനമായിട്ടും ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഇനി സ്വതന്ത്ര സാധ്യതകൾ തീരെ തള്ളിക്കളയുന്നില്ല എന്ന് നേതാക്കളിൽ ചിലർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തോമസ് മാത്യുവോ അതിൻ്റെ സാധ്യതയും ഉണ്ട്. ഷറഫ് അലിയുടെ പേര് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് വലിയ ചർച്ചകളിൽ ഉയരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. എന്താണെങ്കിലും നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് യുക്തമായ തീരുമാനമെടുക്കും എന്നാണ് ഇടതുപക്ഷ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ പാർട്ടി ചിഹ്നത്തിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ രണ്ട് പേരുകളിൽ ഒന്ന് തന്നെ തിരഞ്ഞെടുക്കാനാണ്, നിശ്ചയിക്കാനാണ് സാധ്യത. ഇത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ കാലതാമസം ഉണ്ടാകുന്നത് ഒരു തരത്തിൽ പ്രവർത്തകരെ അല്പം നിരാശരാക്കുന്നുണ്ട്. കാരണം UDFിൻ്റെ സ്ഥാനാർത്ഥി ഇതിനോടകം തന്നെ പല പഞ്ചായത്തുകളിലും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. UDFിൻ്റെ അതുകൊണ്ട് ഇവിടെ പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ മാത്രമേ ഉള്ളൂ. മറ്റെല്ലാം പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു എന്ന് LDF അവകാശപ്പെടുമ്പോഴും സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് LDFിനെതിരെ വിമർശനങ്ങളും അതേപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധങ്ങളും ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് LDFിൻ്റെ പ്രവർത്തനം നേരത്തെ തുടങ്ങി വെച്ച ഒരു സാഹചര്യം കൂടിയുണ്ട് ഇവിടെ. സ്വരാജ് കഴിഞ്ഞ മാസം മുതൽ മണ്ഡലത്തിൽ സജീവമായിട്ട് ഈ യോഗങ്ങളൊക്കെ വിളിച്ചു ചേർത്ത് അത്തരത്തിലുള്ള പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകുന്നു എന്നുള്ളതാണ് ഇവിടെ LDFിന് അനുകൂലമായേക്കാവുന്ന പല സാഹചര്യങ്ങളും ഈ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് കൊണ്ട് നഷ്ടമാകുമോ എന്ന ആശങ്ക പ്രവർത്തകർക്ക് നൽകുന്നത്. അനുമോദ്, NDA ക്യാമ്പിന്റെ നീക്കങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അവിടെ ഒരു സ്ഥാനാർത്ഥിയുടെ പേരിലേക്ക് എത്താൻ BDJSന് ഒരു 10,000 വോട്ടൊക്കെ ഉണ്ട് എന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ഒരു കൃത്യമായി ആ വോട്ടുകൾ സമാഹരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി വേണം. അങ്ങനെ ഒരു പേരിലേക്ക് അവിടെ എത്തുന്നുണ്ടോ? LDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി കാത്തിരിക്കുകയാണ് NDA. കാരണം LDFിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നറിഞ്ഞ് അതിൻ്റെ ചില രാഷ്ട്രീയ സാധ്യതകൾ, അത് വോട്ടിൻ്റെ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്ന സാധ്യതകൾ കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ LDFും NDAയൊക്കെ ജാതിയും മതവും നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള ആലോചന നടത്തുന്നതെന്ന് വിമർശനം ഉയർന്ന തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അത് ഒരു വസ്തുതയാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സമയത്തൊക്കെ. അപ്പോൾ നിലമ്പൂരിലെ ഈ LDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതുകൂടി വന്നതിന് ശേഷം
സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് പ്രഖ്യാപനത്തിലേക്ക് കടക്കുമെന്നാണ് അറിയുന്നത്. BDJSന്റെ ഒരു സീറ്റായിട്ട് ഇത് വിട്ടുകൊടുക്കാൻ നിലമ്പൂർ അവർക്ക് BJPക്ക് വലിയ താല്പര്യക്കുറവൊന്നുമില്ല. പക്ഷേ BDJSും പൂർണ്ണ മനസ്സോടെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്താണെങ്കിലും LDFന്റെ സ്ഥാനാർത്ഥിയുടെ തീരുമാനം കൂടി വരട്ടെ, അതിനുശേഷം ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താമെന്ന നിലപാടാണ് NDA ക്യാമ്പിനുള്ളത്. നാളെയോ മറ്റന്നാളായിരിക്കും മിക്കവാറും NDAയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക എന്ന സൂചനകളാണ് വരുന്നത്, അല്ലെങ്കിൽ നാളെ രാത്രി. എന്നാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കൂ എന്ന നിലപാടിലാണ് NDA ഉള്ളത്. ശരി, ജാതി ഇല്ല, മതമില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന സമയത്ത് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകമാവുന്ന കാഴ്ച നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അതുപോലെ LDFന്റെ സ്ഥാനാർത്ഥി ആരെന്നറിഞ്ഞിട്ട് വേണം BDJSന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ. അങ്ങനെ എല്ലാ ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അൻവറിന്റെ നിലപാട് അറിഞ്ഞിട്ട് വേണം LDFന് ഒരു തീരുമാനമെടുക്കാൻ. എന്തായാലും നിലമ്പൂരിൽ സസ്പെൻസുകൾ തുടരുകയാണ്. ഇന്നും പ്രധാന ചർച്ചകളെല്ലാം നടക്കുക അൻവറിനെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും. നമുക്ക് ആ വാർത്തകളിലേക്കൊക്കെ അപ്പപ്പോ തിരിച്ചെത്താം. ഇനി